പ്രവർത്തിക്കുന്നവരും തങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നവരും മൈനസ് ഈ തരത്തിൽപ്പെട്ടവരാണവർ. മൂന്നാമത്തെ തരത്തിൽപ്പെട്ടവർ പ്ലാവുപോലെയാണ്. അതിന് പുഷ്പങ്ങളില്ല, ഫലങ്ങളേയുള്ളൂ. ഇത്തരക്കാർ അധികം സംസാരിക്കുന്നവരല്ല. അവർക്ക് വീമ്പിളക്കലില്ല. നീ നിലയറിയാതെ അഹങ്കരിക്കുന്ന വിഡ്ഢിയാണ്. നിന്റെ അധാർമികമായ ഭരണത്തിന് നാം അന്ത്യം വരുത്തിയിരിക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കുവാനുള്ള ഭാവത്തിലായിരുന്നില്ല രാവണൻ. അദ്ദേഹം പറഞ്ഞു, എന്ത്? എന്നെ പഠിപ്പിക്കാനായി ധൈര്യപ്പെട്ടോ? എന്നിട്ട് അധർമ്മമായി സംസാരിച്ചു. പെട്ടെന്ന് രാവണൻ ഒരു കൂറ്റം കൂർത്ത ശരങ്ങൾ രാമന്റെ നേരെ പ്രയോഗിച്ചു. രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ടാണ് മറുപടി കൊടുത്തത്. രാമ നയിച്ച ആയുധം രാവണ നയിച്ച ശരങ്ങളെല്ലാം ചുട്ടുകൊന്നു ചാമ്പലാക്കി. ലക്ഷക്കണക്കിലുള്ള നിശിതാഗ്രങ്ങളായ ചെറുകുടങ്ങളും ത്രിശൂലങ്ങളും രാവണൻ രാമന്റെ നേരെ പ്രയോഗിച്ചു. പക്ഷേ അവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രതീക്ഷകളൊന്നും ഫലിച്ചില്ല. അത് കണ്ടപ്പോൾ രാമൻ തന്റെ മഹാശക്തിയുള്ള വില്ലെടുത്ത് മാരകാസ്ത്രങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അഴിച്ചുവിട്ടു. തടുത്തു നിർത്താനാകാത്ത മൃത്യുദൂതന്മാരെപ്പോലെ, മാർഗവിഷമേൽപ്പിക്കുവാൻ ഉത്സുകരായ മൂർഖൻ പാമ്പുകളെപ്പോലെ അവ രാവണന്റെ നേരെ പാഞ്ഞുചെന്നു. രാവണന്റെ ഒരു ശിരസറുത്ത് താഴെയിട്ടാൽ മറ്റൊന്ന് തൽസ്ഥാനത്തുയർന്നുവരുന്നത് രാമൻ കണ്ടു. തന്റെ ആസന്നമായ മരണത്തെ അവഗണിച്ചുകൊണ്ട് രാവണൻ ദുരഭിമാനത്തിൽ ആമഗ്നനായിരുന്നു. വിജയത്തിമിർപ്പിന്റെ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹം രാമനെ വെല്ലുവിളിച്ചു. അതൊരു ഭീകരദർശനമായിരുന്നു. അറുത്തിട്ട നിലയിൽ നിലത്തൊരുങ്ങുന്ന രാവണശിരസ്സുകൾ. എവിടെ രാമൻ? എവിടെ ലക്ഷ്മണൻ? എവിടെ സുഗ്രീവൻ? എന്നർത്ഥം കൊണ്ടിരുന്ന ശരീരത്തിന്മേൽ ശേഷിച്ച തലകൾ പല്ലുഞെരിക്കുകയും വിഭീഷണനെവിടെയെന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ നേരെ ശകാരം വർഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. രാവണൻ പറഞ്ഞു, വിഭീഷണ, സിംഹാസനത്തിലിരിക്കാൻ എന്റെ മരണവാർത്തയും കാത്തുകൊണ്ടിരിക്കുന്ന നീ ലജ്ജിക്കേണ്ടതാണ്. നീയൊരു വീരനല്ല, ഭീരുവായ തപസ്വിയാണ് നീ. നീ ലജ്ജിക്കണം. ഒരാളും നിന്റെ മുഖത്തു നോക്കരുത്. പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട തലകൾ വീണ്ടും വളർന്നുവന്നു. രാവണൻ വീണ്ടും ഏറ്റവും ഭയാനകവും അതുല്യവുമായ ശക്തിയോടുകൂടി പടവെട്ടി. ലക്ഷ്മണനും സുഗ്രീവനും അംഗദനും അത് നോക്കി നിന്നു. അവന്റെ പരാക്രമത്തെ ശ്ലാഘിച്ചു. രാവണന്റെ അന്ത്യം ഇനി നീട്ടിക്കൊണ്ടുപോകേണ്ടെന്ന് രാമൻ തീരുമാനിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ അനീതികളും അധാർമിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചുവരികയായിരുന്നു. നളനും നീലനും മറ്റു വാനരനായകന്മാരും രാവണന്റെ നേരെ പാറക്കല്ലുകളെറിഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സന്ധ്യയായി. അന്നത്തെ യുദ്ധം അവസാനിച്ചു. അന്നു രാത്രി സീതയുടെ യുദ്ധം വർണ്ണിച്ചുകൊടുക്കുകയായിരുന്നു ത്രിജട. രാമൻ അറുത്ത് നിലത്തിടുന്ന ഓരോ തലയുടെ സ്ഥാനത്ത് മറ്റൊന്ന് വളർന്നുവരുന്നതായി സീതയോട് പറഞ്ഞു. ഈ വസ്തുത കേട്ടപ്പോൾ സീത വിളറി. അവർ ദുഃഖമഗ്നയായി. ഈ സംഭവവികാസത്തിൽ ത്രിജട ആശ്ചര്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഉത്കണ്ഠപ്പെടേണ്ട ദേവി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങയുടെ രൂപം പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് തലകൾ വീണ്ടും വളർന്നുവരുന്നത്. ഇത് കേട്ടപ്പോൾ സീത ദുഃഖിതയും അസംതൃഷ്ടയുമായി. ത്രിജട പെട്ടെന്ന് കൂട്ടിച്ചേർത്തു, സീതേ, സംശയിക്കേണ്ട. അദ്ദേഹത്തിന്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു. രാമൻ ജയിക്കും. രാമനും ഓരോ അസ്ത്രം അയക്കുന്തോറും ഭവതിയെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹൃദയത്തിൽ അങ്ങയുടെ രൂപം വിളങ്ങുന്നുണ്ട്. സീതാസ്മരണ രാവണനിൽ അല്പനേരം നിർത്തിയാൽ അപ്പോൾ അവന്റെ അവസാന സമയമായിരിക്കും. ആ നിമിഷത്തിൽ അവർ വധിക്കപ്പെടുകയും ചെയ്യും. അടുത്ത ദിവസം യുദ്ധത്തിൽ തന്റെ ഐന്ദ്രജാല പ്രകടനം കൊണ്ട് നിറയ്ക്കുകയായിരുന്നു രാവണൻ. പടക്കളം മുഴുവൻ രാവണന്റെ സൃഷ്ടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എവിടെ നോക്കിയാലും പ്രേതങ്ങൾ, ഭീകരജന്തുക്കൾ, അമ്പും വില്ലും ധരിച്ച ഭൂതങ്ങൾ തുടങ്ങിയവ. ഒരു കൈയിൽ വാൾ പിടിച്ചും മറ്റേ കൈയിൽ പിടിച്ച തലയോട്ടിൽ നിന്നും രക്തം കുടിച്ചും സ്ത്രീപ്രേതങ്ങൾ നൃത്തം ചെയ്തു. ചൂളവിളിക്കുന്ന ശബ്ദത്തിൽ അവർ പീ ടി അടി കൊല്ല് എന്നൊക്കെ അലറി. വാനരന്മാർ ഏതു ഭാഗത്തേക്ക് നീങ്ങിയോ ആ ഭാഗത്തെല്ലാം അവർ അഗ്നിജ്വാലകളെ കണ്ടു. വാനരന്മാരും ലക്ഷ്മണന്മാരും അമ്പരന്നുപോയി. രാവണൻ കനത്ത മണൽമഴ വാനരസൈന്യത്തിന്റെ മേൽ നിലയ്ക്കാതെ പെയ്തു. ശത്രുക്കളുടെ ദയനീയസ്ഥിതി കണ്ട് രാവണൻ ആഹ്ലാദത്തിൽ ഗർജനം ചെയ്തു. ലക്ഷ്മണനും സുഗ്രീവനും മറ്റുള്ളവരും തളർന്നു തുടങ്ങി. തങ്ങളെ സഹായിക്കണമെന്ന് യോദ്ധാക്കൾ രാമനോട് ദയനീയസ്വരത്തിൽ അഭ്യർത്ഥിച്ചു. രാവണന്റെ ഐന്ദ്രജാലിക സൃഷ്ടികളായ അനേകം ഹനുമാന്മാർ രാമനെ കൂട്ടം കൂടി വളഞ്ഞു. ഓരോ ഹനുമാനും കൂട്ടം കൊടുമുടികൾ എടുത്തുയർത്തിയിരുന്നു. തങ്ങളുടെ വാലുകൊണ്ട് രാമനെ ബന്ധിക്കാനും ശ്രമിച്ചു. ആ കൂട്ടക്കൊലകളുടെയും കുഴപ്പങ്ങളുടെയും മധ്യത്തിൽ രാമൻ പുഷ്പത്തെപ്പോലെ അവിദിതനായും സ്വസ്ഥനായും പ്രശോഭിച്ചു. ഇതൊക്കെ രാക്ഷസീയ ജാലത്തിന്റെ ദുർബലങ്ങളായ ഉൽപ്പന്നങ്ങളാണെന്ന് രാമനറിയാമായിരുന്നു. തന്നെ കബളിപ്പിക്കാനുള്ള രാവണന്റെ ഈ പ്രയത്നങ്ങളെല്ലാം കണ്ട് രാമൻ ഉള്ളിൽ ചിരിച്ചു. പിന്നെ താമസിച്ചില്ല. തന്റെ വില്ലിൽ നിന്നും തൊടുത്ത ഒരൊറ്റ അമ്പുകൊണ്ട് ആ ഇന്ദ്രജാല വൈദഗ്ധ്യത്തിന്റെ എല്ലാ പ്രകടനങ്ങളെയും അവിടുന്ന് നശിപ്പിച്ചു. ഒരു നിമിഷത്തിനിടയിൽ ഈ ഭീഷണദൃശ്യങ്ങൾ അപ്രത്യക്ഷരാവുന്നത് വാനരന്മാരും ലക്ഷ്മണനും കണ്ടു.
അവർക്ക് വളരെ ആശ്വാസവും സന്തോഷവുമായി. സൂര്യകിരണങ്ങൾക്കു മുമ്പിൽ മഞ്ഞ് ഉരുകിപ്പോകുന്നതുപോലെ രാമശരം പ്രവേശിച്ചതുകൂടി മുഴുവൻ പ്രകടനങ്ങളും അദൃശ്യമായി. വാനരന്മാർ രാവണനു നേർക്ക് കല്ലുമഴ തന്നെ പെയ്തു. അവർ കവണകളുമായി രാവണനു ചുറ്റും തുള്ളിച്ചാടി. രാമൻ ഒരു കൂർത്ത ശരം തിരഞ്ഞെടുത്ത് രാവണന്റെ നേരെ അയച്ചു. അതൊരു തലയറുത്തു. നിമിഷത്തിനുള്ളിൽ തൽസ്ഥാനത്ത് മറ്റൊന്ന് വളർന്നുവന്നു. അങ്ങനെ വീണ്ടും വീണ്ടും സംഭവിച്ചു. രാമൻ ഈ തമാശ നോക്കിനിന്ന് ആസ്വദിക്കുന്നതുപോലെ തോന്നി. ലാഭത്തിന്റെ സ്ഥാനത്ത് ലോഭം വരുന്ന പ്രതിഭാസത്തെപ്പറ്റി അദ്ദേഹം ഓർത്തു. എന്തെങ്കിലും കിട്ടിയാൽ കൂടുതൽ കിട്ടാനുള്ള ആശ മുളച്ചുവരും. അറ്റുവീഴുന്ന തല ലാഭമായും വളർന്നുവരുന്ന തല ലോഭമായും രാമൻ തോന്നി. രാമരാവണന്മാർ തമ്മിൽ അതുല്യവും നിരതിശയവുമായ രോഷത്തോടുകൂടി യുദ്ധം തുടർന്നു. സാഗരം സാഗരം പോലെയെന്നും അമ്പരം അമ്പരം പോലെയെന്നുമാണെന്ന് പറയാറുണ്ടല്ലോ. മറ്റൊരു പ്രതിഭാസവുമായി അവയെ താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. അതുപോലെ രാമരാവണ യുദ്ധം പോലെ എന്നുമത്രമേ പറയാനാവൂ. 18 ദിവസം ഈ യുദ്ധം നീണ്ടുനിന്നു. ഇത്രയും നീണ്ട യുദ്ധം കൊണ്ട് രാമന് യാതൊരു ക്ഷീണവും പറ്റിയില്ല. രാമന് അതൊരു ലീലയോ വിനോദമോ ആയിരുന്നു. 14 കൊല്ലത്തെ വനവാസം അവസാനിക്കാൻ അല്പദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധമാകുന്ന ലീലയിൽ അദ്ദേഹത്തിന് എത്ര സമയം വേണമെങ്കിലും ഏർപ്പെടാമായിരുന്നു. രാവണന്റെ അവസാനത്തെപ്പറ്റി രാമൻ തീരുമാനിച്ചാൽ രാവണന് തന്റെ അന്ത്യം നീട്ടിക്കൊണ്ടുപോവാണോ ആ തീരുമാനത്തെ മാറ്റാനോ എങ്ങനെ കഴിയും? ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി രാവണന് ദുശഗുണങ്ങളെ പിന്നെയുണ്ടായുള്ളൂ. നായകളും കുറുക്കന്മാരും ഓലിയിട്ടു. കഴുതകൾ കരഞ്ഞു. പക്ഷികളും മൃഗങ്ങളും ദയനീയമായി വിലപിച്ചു. ആകാശത്തുനിന്നും തീയുണ്ടകൾ കാണപ്പെട്ടു. മണ്ഡോദരി രാജിനിയുടെ ഹൃദയം ഉച്ചത്തിലും വേഗത്തിലും മിടിക്കാൻ തുടങ്ങി. ആ ദ്വീപിലെ ഗൃഹങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ കണ്ണുനീർ ധാരാളമായി പൊഴിച്ചു. കുന്നിന്മേലും താഴ്വരയിലും സർവത്ര ചുഴലിക്കാറ്റുകൾ വിപത്തുകൾ വിതറി. വിപൽസൂചകമായ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചതോടെ ദേവന്മാർ രാക്ഷസന്മാരുടെ അന്ത്യം അടുത്തുവെന്നറിഞ്ഞു. ജയ ജയ ശബ്ദമുഴക്കിക്കൊണ്ട് ധർമ്മത്തിന്റെ വിജയം ദർശിക്കുന്നതിനായി അവർ ആകാശത്തിൽ നിറഞ്ഞു. 31 ശരങ്ങൾ ഒരു കൂട്ടമായി ഒരേ സമയത്തുതന്നെ രാമൻ രാവണന്റെ നേർക്കയച്ചു. അവ മാരകമായ മുർബൻ പാമ്പുകളെപ്പോലെ ചീറിച്ചെന്നു. ഒരസ്ത്രം രാവണന്റെ നാഭിയുടെ കീഴിലുണ്ടായിരുന്ന അമൃതകലശത്തിലേക്കു കടന്നു. ബാക്കിയുള്ള 30 അവന്റെ തലകളും കൈകളും ഛേദിച്ചുകളഞ്ഞു. തലകളും കൈകളും നിലത്തുരുണ്ടപ്പോൾ അവ തുള്ളിത്തുള്ളിയും പൊന്തിയും താളും ഉന്മത്തനം ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ അവ ശാന്തമായി. അങ്ങനെ രാവണൻ ജീവൻ വെടിഞ്ഞ് സ്വർഗ്ഗത്തിലെത്തി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 14-ാമത്തെ ദിവസമായിരുന്നു അന്ന്. ആ ഘട്ടത്തിൽ ആകാശത്തുനിന്നും ദേവവാദ്യങ്ങൾ മുഴങ്ങി. രാവണന്റെ ആത്മതേജസ് രാമനിൽ ലയിച്ചു. വാനരന്മാർ അത്ഭുതസ്തബ്ധരായി. തികച്ചും 18 ദിവസം നീണ്ടുനിന്ന രാമരാവണ യുദ്ധത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട രാമന്റെ ശക്തിയും വീര്യവും വാനരന്മാരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അവർ ഏകസ്വരത്തിൽ ജയ ജയ രാമ എന്ന് ഉദ്ഘോഷിച്ചു. രാവണൻ മരിച്ചുവെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്ഞി മണ്ഡോദരി പെട്ടെന്ന് നിലംപതിച്ചു. അവർ എഴുന്നേറ്റ് തോഴികളോടൊത്ത് ജഡത്തിന്റെ അടുത്തുവെച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. അവർ തലക്കെല്ലാം ശവരിച്ച് പ്രാണനാഥന്റെ ഈ ദുർവിധിയോർത്ത് ദുഃഖിതയായി. കഴിഞ്ഞകാലത്തെ തന്റെ പ്രാണനാഥന്റെ പരാക്രമങ്ങളെക്കുറിച്ചുള്ള മധുരസ്മരണകളോടെ അവർ പറഞ്ഞു, സ്വാമി, അങ്ങ് സൃഷ്ടികളുടെ മുഴുവൻ ആധിപത്യം സ്ഥാപിച്ച് അവയെ കീഴടക്കിയിരുന്നു. അഷ്ടദിക്പാലന്മാർ അങ്ങയുടെ കാൽക്കൽ വീണ് രക്ഷയ്ക്കുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രഭാവമെല്ലാം എന്തിനു പ്രയോജനപ്പെട്ടു? അങ്ങ് അനുഷ്ഠിച്ച തപസ്സുകളും യജ്ഞങ്ങളും എന്തിനായിരുന്നു? അങ്ങ് നേടിയ എല്ലാ ശക്തികളും നിഷ്പ്രഭമായി അങ്ങേക്ക് ഈ വിധി അനുഭവിക്കേണ്ടിവന്നു. രാമനിൽ നിന്നങ്ങ് പിന്തിരിഞ്ഞതുകൊണ്ടാണ് അങ്ങേക്ക് ഈ ദുസ്ഥിതി വന്നെത്തിയത്. അങ്ങേക്ക് കാമത്തിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. കാലനെപ്പോലെ ശക്തിയുള്ളവനായാലും കാമത്തിനടിമയായാൽ ഉഗ്രമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. രാമനെ അവഗണിക്കുവാനും ഈ വിപത്ത് ക്ഷണിച്ചുവരുത്താനും കാമമാണ് അങ്ങയെ പ്രേരിപ്പിച്ചത്. രാമൻ അവതരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ക്രോധാശികൊണ്ട് രാക്ഷസന്മാർ നിറഞ്ഞ വനത്തെ നശിപ്പിക്കാനാണ്. ഞാനീ കാര്യം പലപ്രാവശ്യം അങ്ങേക്ക് വെളിപ്പെടുത്തിത്തന്നു. പക്ഷേ വിധി എന്റെ അപേക്ഷ ശ്രദ്ധിക്കുവാൻ അങ്ങയെ സമ്മതിച്ചില്ല. രാമൻ വെറും മനുഷ്യനല്ലെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു. സ്വന്തം ശാരീരികമായ പരാക്രമത്തെയും ബുദ്ധിസാമർത്ഥ്യത്തെയും ഒടുങ്ങാത്ത സമ്പത്തിനെയും തന്റെ ഭരണത്തിൻ കീഴിലുള്ള എണ്ണമറ്റ രാക്ഷസന്മാരെയും അങ്ങ് ബുദ്ധിശൂന്യതയോടെ അവലംബിച്ചു. കരുണാസാഗരമായ രാമൻ കീഴടങ്ങണമെന്നും അതുവഴി സർവനാശത്തിൽ നിന്നും രാക്ഷസരെ രക്ഷിക്കണമെന്നും ഞാൻ കാലുപിടിച്ച് അഭ്യർത്ഥിച്ചിരുന്നില്ലേ? എന്റെ അഭ്യർത്ഥനകൾ അങ്ങേക്ക് സ്വാഗതാർഹമായി തോന്നിയില്ല. പരപീഡനത്തിലായിരുന്നു അങ്ങ് എപ്പോഴും ഏർപ്പെട്ടിരുന്നത്. അത് അങ്ങേക്ക് അത്യന്തം ആനന്ദപ്രദവുമായിരുന്നു. അങ്ങ് അന്യമാർക്ക് ഒരു ഗുണവും ചെയ്തിരുന്നില്ല. പാപകൃത്യങ്ങൾക്കും പാപചിന്തകൾക്കുമായിരുന്നു അങ്ങയുടെ താത്പര്യം മുഴുവൻ. ഇതൊന്നും വകവയ്ക്കാതെ രാമൻ അങ്ങയെ അനുഗ്രഹിച്ചിരിക്കുന്നു.
അങ്ങയുടെ ആത്മാവ് രാമനിൽ ലയിച്ചിരിക്കുന്നു. എത്ര വലിയ കരുണാർദ്രതയാണിത്! അങ്ങ് അവിടുത്തെ കയ്യാലെ മരണപ്രാപിച്ചു. ചുരുക്കം ചിലർക്കുമാത്രം ലഭിക്കുന്ന മഹാഭാഗ്യമാണിത്. എന്തിൻ രാമൻ മാനവരൂപത്തിൽ ഈ ലോകത്തിൽ അവതരിച്ചത് തന്നെ അങ്ങയെ വധിക്കുന്നതിനു വേണ്ടിയാണല്ലോ. രാക്ഷസവംശത്തെ നശിപ്പിക്കാനുള്ള രാജപാത രാക്ഷസരാജാവിനെ വെട്ടിക്കൊടുക്കുകയുണ്ടായി. ഇത് അങ്ങയുടെ ഏറ്റവും വലിയ നേട്ടമായി അറിയപ്പെടും. അങ്ങയുടെ തപസ്സിന്റെയും ആധ്യാത്മിക സാധനയുടെയും അവസാന ഫലമാണോ ഇത്? രാമ, ഒരാൾക്കും തന്റെ കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്ന് തെളിയിക്കുവാനാണോ അങ്ങിത് ചെയ്തത്? ആ നിയമത്തിന് ഇതിനേക്കാൾ വലിയ ഏതൊരു ഉദാഹരണമാണുള്ളത്? അദ്ദേഹം ഇവിടെ വരുത്തിവച്ച ആ വിപത്ത് എല്ലാവർക്കും കാണുവാനും അതിൽ നിന്നും പഠിക്കുവാനുമാണ്. ഇങ്ങനെ പ്രാണനാഥന്റെ ജഡത്തിനരികിലിരുന്നുകൊണ്ട് മണ്ഡോദരി വളരെ നേരം വിലപിച്ചു. രാമൻ പരമാത്മാവ് പരബ്രഹ്മം തന്നെയാണെന്ന് മണ്ഡോദരി മനസ്സിലാക്കിയിരുന്നു. ഈ വ്യസനഘട്ടത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നും അവളെ ശ്രദ്ധിച്ചിരുന്ന ദേവന്മാർ അവളുടെ വീക്ഷണത്തെയും ഹൃദയഭാവത്തെയും കണ്ട് വളരെ സന്തുഷ്ടരായി. മണ്ഡോദരിയുടെ വിലാപം വിഭീഷണന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവൾ പറഞ്ഞതും അവൾക്കു തോന്നിയതും ശരിയായെന്ന് അദ്ദേഹം സമ്മതിച്ചു. രാമലക്ഷ്മണന്മാർ വിഭീഷണനെ സമീപിച്ച് സമാശ്വാസം നൽകി. അന്തരിച്ച ജ്യേഷ്ഠന്റെ ശവസംസ്കാര കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിനായി അവർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശങ്ങൾ പ്രകാരം അദ്ദേഹവും ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും യഥാസ്ഥാനത്ത് യഥാസമയം നിർവഹിച്ചു. മണ്ഡോദരിയും മറ്റു സ്ത്രീകളും മന്ത്രശുദ്ധമായ തിലോദകം സമർപ്പിച്ചു. ഒരു മുടക്കവും തടസ്സവുമില്ലാതെ സംസ്കാരം സംബന്ധിച്ച എല്ലാ കർമ്മങ്ങളും യഥാവിധി നടത്തപ്പെട്ടു. അപ്പോഴെല്ലാം രാമൻ വിഭീഷണനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പാപകർമ്മങ്ങളുടെ ഫലമായി രാവണൻ തന്നിൽ വരുത്തിവച്ച ശാപങ്ങളെല്ലാം പാകപ്പെട്ട് നിറവേറ്റപ്പെട്ടപ്പോഴാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്ന് രാമൻ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യത്തെപ്പറ്റി ദുഃഖിക്കേണ്ടതില്ലെന്നും രാമൻ പറയുകയുണ്ടായി. സുഗ്രീവൻ, ജാംബവാൻ, അംഗദൻ എന്നിവരോടൊപ്പം രാമൻ ലക്ഷ്മണനെ മുമ്പിൽ വരുത്തി. നളൻ, നീലൻ മുതലായവരോടുകൂടി ലങ്ക യിൽ ചെന്ന് വിഭീഷണനെ ലങ്കാചക്രവർത്തിയായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പിതൃരാജാജ്ഞപ്രകാരമുള്ള തന്റെ 14 വർഷത്തെ വനവാസം അടുത്ത ദിവസം അവസാനിക്കുമെന്നും അതുകൊണ്ട് സമയമൊട്ടും കളയാതെ അതൊക്കെ ചെയ്യണമെന്നും രാമൻ പറഞ്ഞു. വിഭീഷണൻ അഭ്യർത്ഥിച്ചു, എനിക്ക് എന്തിനാണൊരു സാമ്രാജ്യം? അതിനുപകരമായി അവിടുത്തെ പാദപത്മസന്നിധിയിൽ എനിക്കൊരു സ്ഥാനം തന്നാലും. ഇന്നു മുതൽ ലങ്ക അവിടുത്തേതാണ്. ലങ്കയെ അയോധ്യയുടെ ഭാഗമായി പരിഗണിച്ചാലും. വിഭീഷണൻ നിർബന്ധിച്ചു. പക്ഷേ രാമൻ സമ്മതിച്ചില്ല. പല രാഷ്ട്രീയത്വങ്ങളും വിശദമാക്കിയ തന്റെ ആജ്ഞ പിൻവലിക്കാനോ റദ്ദു ചെയ്യാനോ മാറ്റാനോ സാധ്യമല്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ രാമന്റെ സഹസ്ഥാപകമെന്ന നിലയിൽ ലങ്കയെ ഭരിക്കണമെന്നും സാമ്രാജ്യം തന്നിൽ സമർപ്പിക്കപ്പെടണമെന്നും വിഭീഷണൻ അപേക്ഷിച്ചു. രാമൻ മറുപടി പറഞ്ഞു, ഇല്ല, പിതാവിന്റെ ആജ്ഞ 13 വർഷവും 11 മാസവും 25 ദിവസങ്ങളും അനുസരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കെ ആ അവസാന ദിവസം അതിനെതിരായി പ്രവർത്തിക്കുന്നത് ശരിയല്ല. പിതാവിന്റെ ശാസനപ്രകാരം ഞാൻ രാജ്യഭ്രഷ്ടനാണ്. ഒരു രാജ്യഭ്രഷ്ടൻ നഗരത്തിലോ ജനവാസകേന്ദ്രത്തിലോ പ്രവേശിക്കാൻ പാടില്ല. ആ നിയമം നിങ്ങൾക്കും അറിയാത്തതല്ലോ. ഇങ്ങനെ പറഞ്ഞ് വിഭീഷണനെ അനുഗ്രഹിച്ചു. ലങ്കയിൽ ചെന്ന് പുതിയ ചക്രവർത്തിയെ സിംഹാസനാരോഹണം ചെയ്യിക്കാനായി ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ ഉത്തരവാദിത്തം നമ്രശിരസ്കരായി അംഗീകരിച്ചുകൊണ്ട് ലക്ഷ്മണൻ, സുഗ്രീവൻ, അംഗദൻ, നളൻ, നീലൻ എന്നിവരും മറ്റുള്ളവരും നഗരത്തിലേക്ക് പുറപ്പെട്ട് രാജധാനിയിലെത്തി. അവർ വിഭീഷണന്റെ ശിരസിൽ കിരീടമർപ്പിച്ചു. നെറ്റിയിൽ അധികാരത്തിന്റെ ശുഭമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. വിഭീഷണൻ വാനരന്മാരുടെ സദസ്സിനു മുമ്പാകെ നമസ്കരിച്ചു. അവരുടെ സൗഹൃദപൂർവമായ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരുടെ മാതൃക അനുകരിക്കുകയും അവരുടെ സഹായം പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് തന്റെ ജീവിതം ധന്യമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഞാൻ രാമന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ രാജ്യം ഭരിക്കും. രാജ്യം എന്റെ സ്വന്തമായി ഞാൻ സ്വീകരിക്കുകയില്ല. ഞാൻ എന്റെ സർവസ്വവും രാമന് ചിരിക്കുകയാണ്. രാവണനും അദ്ദേഹത്തിന്റെ പുത്രന്മാരും സൈന്യങ്ങളും വാനരന്മാർക്ക് വരുത്തിവെച്ച പീഡനങ്ങളും ക്രൂരതകളും ഓർത്ത് വിഭീഷണൻ വളരെ ദുഃഖിച്ചു. പക്ഷേ സംഭവിച്ചതെല്ലാം രാമന്റെ പരമമായ ഇച്ഛയുടെ ഫലമായിട്ടാണെന്ന ചിന്തയാൽ അദ്ദേഹം സ്വയം സമാശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാം രാമസമീപം ചെന്ന് ഭക്ത്യാദരങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ ഹനുമാനെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഹനുമാൻ, അതുല്യനായ വീര, എന്റെ ആവശ്യത്തിനുവേണ്ടി ഒന്നുകൂടി ലങ്കയിൽ പോയി സീതയെ കണ്ട് എല്ലാ സംഭവങ്ങളും അറിയിക്കുക. ദേവിയുടെ സ്ഥിതിയെപ്പറ്റി യഥാർത്ഥ വിവരത്തോടുകൂടി തിരിച്ചുവരിക. ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ച് സീതാസമീപം ചെന്നു. ദേവിയുടെ പവിത്രപാദങ്ങളിൽ പ്രണമിച്ചു. സീത പെട്ടെന്ന് തന്നെ രാമദൂതനെ മനസ്സിലാക്കി. ദേവി ചോദിച്ചു, വാനരസൈന്യസമേതനായ രാമനും ലക്ഷ്മണനും സുരക്ഷിതർ തന്നെയല്ലേ?
കരുണാസാഗരമായ രാമൻ സുരക്ഷിതവും സുഖവും തന്നെയല്ലേ? തലകുനിച്ച് കൈകൂപ്പി ഹനുമാൻ പറഞ്ഞു. എല്ലാവിധത്തിലും രാമൻ സുരക്ഷിതനും സുഖിയുമാണ്. അവിടുന്ന് രാവണനെ വധിച്ച് വിഭീഷണനെ ചക്രവർത്തിയായി വാഴിച്ചിരിക്കുന്നു. രാമന്റെ വിജയത്തെയും രാവണന്റെ പതനത്തെയും പറ്റി കേട്ട് സീത സന്തുഷ്ടയായി. ദേവിയുടെ മുഖം ആനന്ദം കൊണ്ട് പ്രകാശിച്ചു. ഉല്ലാസത്തിന്റെ ഉത്തേജനം അവർക്ക് അനുഭവപ്പെട്ടു. ആനന്ദബാഷ്പം അവരുടെ നയനങ്ങളിൽ നിന്നും ഒഴുകിവീണു. അല്ലയോ വാനരനായക, ഏറ്റവും വിശിഷ്ടമായ ഈ വാർത്ത അറിയിച്ചതിന് താങ്കൾക്ക് എന്തു സമ്മാനമാണ് എനിക്ക് തരാൻ കഴിയുക? ഈ ആശ്വാസവാക്കുകൾക്ക് തുല്യമായി വിലയുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല, അവർ പറഞ്ഞു. ഹനുമാൻ മറുപടി പറഞ്ഞു. മാതാവേ, അവിടുന്ന് പ്രകാശിപ്പിച്ച പരമാനന്ദം, അത് ഈ 3 ലോകങ്ങളും തന്നാലും അത്ര തൃപ്തി എനിക്ക് നൽകിയിരിക്കുന്നു. ശത്രുവിന്മേൽ വിജയം സാധിച്ച് സഹോദരനുമായി സന്തുഷ്ടനായി രാമനെ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്തു ഭാഗ്യമാണ് എല്ലാവർക്കും വേണ്ടത്? ഇതു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. സീത പറഞ്ഞു. വാനരോത്തമ, എന്റെ പ്രാണനാഥനിൽ നിന്നുള്ള വിരഹത്തിന്റെ പ്രാണവേദനയിൽ ഇക്കഴിഞ്ഞ 10 മാസമായി ഞാൻ കഴിയുന്നു. അതുകൊണ്ട് എനിക്ക് ബാഹ്യലോകം ദർശിക്കാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഏതാഴ്ചയാണെന്നോ, ഇത് ശുക്ലപക്ഷമോ കൃഷ്ണപക്ഷമോ അല്ലെങ്കിൽ പക്ഷത്തിലേതു ദിവസം, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്തായിരുന്നാലും താങ്കൾ എന്നെ ഏറ്റവും സ്വാഗതാർഹവും ഏറ്റവും ശുഭവുമായ വാർത്ത അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസത്തെ ഞാൻ മംഗളദിനം എന്നു വിളിക്കട്ടെ. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അതായത് മംഗളവും ആനന്ദവും കൊണ്ടുവന്ന ദിവസം എന്നർത്ഥം. ഈ ദിവസം എന്നും പരിശുദ്ധദിനമായി പരിഗണിക്കപ്പെടട്ടെ. ഈ വാർത്ത കൊണ്ടുവന്ന താങ്കൾ മറ്റു ദിവസങ്ങളെക്കാൾ ഈ ദിവസം പ്രത്യേകിച്ചും ആരാധിക്കപ്പെടട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാൻ സീതാപാദങ്ങളിൽ നമസ്കരിച്ച് കൈകൂപ്പി നിന്നു. സീത ഹനുമാനോട് അഭ്യർത്ഥിച്ചു. സൗന്ദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തീഭാവവും എന്റെ സ്വാമിയുമായ രാമനെ കാണുവാനുള്ള വരം എനിക്കെത്തിക്കുക. ഈ യുദ്ധവും വധവുമെല്ലാം എനിക്കുവേണ്ടിയായിരുന്നുവെന്നും എന്നെ എന്റെ സ്വാമിക്ക് വീണ്ടുകിട്ടുന്നതിനുവേണ്ടിയായിരുന്നുവെന്നും താങ്കൾക്കറിയില്ലേ? രാമന്റെ പാദപത്മങ്ങളുടെ സമീപത്തേക്ക് വേഗം എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. ദേവി ദീനസ്വരത്തിൽ പറഞ്ഞു. സീതയുടെ വേദന സഹിക്കാൻ ഹനുമാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകാശത്തിലേക്ക് ചാടി ഒരു നിമിഷത്തിനുള്ളിൽ രാമന്റെ സമീപമെത്തി. സംഭവങ്ങളെല്ലാം രാമനു വിവരിച്ചു. രാമൻ അംഗദനെയും വിഭീഷണനെയും മറ്റുള്ളവരെയും വിളിച്ച് സീതാമീപം ചെല്ലാനും ദേവിയെ ബഹുമാനപൂർവ്വം തന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നിർദ്ദേശിച്ചു. അവർ സീതയെ പാർപ്പിച്ചിരുന്ന അശോകവനത്തിലേക്ക് ചെന്നു. അശോകവനത്തിൽ നിന്നും പുറത്തുപോകുമ്പോൾ കുളിച്ച് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങളണിഞ്ഞു പോകണമെന്ന് വിഭീഷണൻ അഭ്യർത്ഥിച്ചു. സീത പറഞ്ഞു. എനിക്കുള്ള ഏറ്റവും അമൂല്യമായ ആഭരണം രാമനാണ്. ആ ഒരൊറ്റ ആഭരണം മതിയെനിക്ക്. അവിടുത്തെ ദർശിക്കുകയെന്നതാണ് എനിക്ക് സംതൃപ്തികരമായ സ്നാനം. രാമദേവനുള്ള എന്റെ നമസ്കാരങ്ങളാണ് പട്ടുവസ്ത്രങ്ങൾ. ഒരിക്കൽ രാവണന്റെ വകയായിരുന്ന യാതൊന്നും ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ചിന്തയുടെ അഗാധത വിഭീഷണന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം തോളികളോട് ദേവിയുടെ അഭിഷ്ടപ്രകാരം ചെയ്യാൻ കൽപ്പിച്ചു. സീത രാമദർശനത്തിനായി കാത്തിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. വേഗം പല്ലക്ക് വന്നു. സീത അതിൽ കയറി. വാനരന്മാർ പല്ലക്ക് ചുമന്നു. സീത കടന്നുപോയിരുന്നപ്പോൾ പാതയ്ക്ക് ഇരുവശവും നിന്നിരുന്ന രാക്ഷസസ്ത്രീകളും വാനരടന്മാരും വികാരോത്തേജന കൊണ്ട് തുള്ളുകയായിരുന്നു. അടുത്ത് വ്യക്തമായി കാണുവാനായി അവർ കാൽവിരലുകളിൽ നിന്നു. ചിലർ ചാടിയുയർന്നു നോക്കി. എന്നാൽ സീത ഇടംവലം തിരിഞ്ഞുനോക്കിയില്ല. അവർ നമ്രശിരസ്കയായി രാമനെക്കുറിച്ചുള്ള ഒരേയൊരു ചിന്തയിൽ ലയിച്ചിരുന്നു. അടുത്തെത്തുന്നതിന് അല്പദൂരം പിന്നിൽ വെച്ച് സീത നിലത്തിറങ്ങി. താൻ സ്വാമിയുടെ അടുക്കലേക്ക് വിനയത്തോടെ നടന്നു പോകേണ്ടതാണെന്ന് ദേവിക്ക് തോന്നി. സീതരാമന്റെ അടുക്കലേക്ക് മന്ദം നടന്നുചെന്നു. രാമനോടടുത്തപ്പോൾ വഴിയിൽ നിന്നിരുന്ന വാനരന്മാർ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ജയ ജയ സീതാറാം എന്നുടഘോഷിച്ചു. സീത സമീപിക്കാറായപ്പോൾ രാമൻ പറഞ്ഞു. ജനകജയെ ഉടൻ എന്റെ സമീപം കൊണ്ടുവരേണ്ട. ദേവി അഗ്നിപരീക്ഷയെ നേരിടേണ്ടതുണ്ട്. ഇതുകേട്ട് വാനരന്മാർ നിരാശയിലും നിശ്ശബ്ദതയിലും പെട്ട് ബോധം നശിച്ച പോലെയായി. എന്നാലും അവർക്ക് അഗ്നിപരീക്ഷയ്ക്കുള്ള തീ കൂട്ടുന്നതിനായി ചുള്ളിക്കൊമ്പുകളും ഉണക്കവിറകുകളും ശേഖരിക്കാൻ പോകേണ്ടി വന്നു. രാവണനുമായുള്ള യുദ്ധത്തിന് മുമ്പും പിമ്പും വാനരന്മാർ സ്വന്തം ചുമലിൽ പർവ്വതശിവരങ്ങളും പാറക്കല്ലുകളും വഹിച്ചുകൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അതേ വാനരന്മാർക്ക് ചുള്ളിക്കമ്പുകളും ഉണക്കവിറകുകളും പേരാൻ സാധിക്കാത്ത അത്ര ക്ഷീണമുള്ളതായി അനുഭവപ്പെട്ടു. കാരണം സീതാമാതാവ് അഗ്നിപരീക്ഷ നേരിടണമെന്ന ചിന്ത അവരുടെ ഹൃദയത്തെ നോവിച്ചു. തീർച്ചയായും സീത നിഷ്കളങ്കയാണെന്നും അവർ നന്മയുടെ പൂർത്തീകരണമാണെന്നും രാമനറിയാമായിരുന്നു. വിഭീഷണൻ, അംഗദൻ, സുഗ്രീവൻ എന്നിവർ ഈ അഗ്നിപരീക്ഷ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കിയിരുന്നു. സത്യത്തിൽ വസ്തുത ഇതാണ്. സീതയെന്ന ശക്തി അവർ ദണ്ഡകാരണ്യത്തിലായിരുന്നപ്പോൾ അഗ്നിയിൽ പ്രതിഷ്ഠിതമായിരുന്നു.
ലങ്കയിലെ സീത വെറും ബാഹ്യശരീരമായിരുന്നു. സീതയുടെ ശക്തി അല്ലെങ്കിൽ ചൈതന്യം അപ്പോഴെല്ലാം അഗ്നിയിൽ ലീനാവസ്ഥയിലായിരുന്നു. ശക്തിയുടെ മൂർത്തീകരണമായ സീത യഥാർത്ഥ സീതയായി പുനർജനിക്കുന്നതിനു മാത്രമാണ് ഈ അഗ്നിപരീക്ഷ ഏർപ്പെടുത്തിയിരുന്നത്. സീത ഈ അഗ്നിപരീക്ഷ സ്വാഗതം ചെയ്തു. കാരണം അവരുടെ ഹൃദയം ശുദ്ധവും അകളങ്കിതവുമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തണമല്ലോ. അഗ്നിജ്വാലകൾ മേലോട്ടുയരുന്നതുകണ്ട് അവർ സന്തുഷ്ടയായി. പക്ഷേ ലക്ഷ്മണൻ ദുഃഖാധീനനായിരുന്നു. കാരണം ഈ കർമ്മത്തിന് മേൽനോട്ടം വഹിക്കേണ്ട ചുമതല അദ്ദേഹത്തിലായിരുന്നു. സീത മൃദുവായി ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി. ലക്ഷ്മണ, ഞാൻ വിവാഹിതയായിരുന്നപ്പോൾ ബ്രാഹ്മണർ വിവാഹദിവസം അഗ്നി ജ്വലിപ്പിച്ച് വിവാഹകർമ്മം പവിത്രീകൃതമാക്കി. ഇന്ന് അഗ്നി എനിക്കൊരു പുതിയ ജന്മം തരും. അതിനുശേഷം ഞാൻ എന്റെ സ്വാമിയെ രണ്ടാമതായി പരിണയിക്കും. അഗ്നിയെ വർദ്ധിപ്പിക്കൂ. അതാണ് നീ ചെയ്യേണ്ടതായ ശരിയായ കാര്യം. അവരുടെ വിരഹവേദന, പുനഃസമ്മേളനത്തിലുള്ള അഭിലാഷം, ധർമ്മനിഷ്ഠ, നീതിയോടുള്ള ബന്ധം, അവസ്ഥാന്തരത്തിന്റെ ബുദ്ധി എന്നിവ ലക്ഷ്മണനിൽ ഭാവഭേദം വരുത്തിയിരുന്നു. അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചു. ആദരപൂർവം കൈകൂപ്പി നിശബ്ദനായി നിന്നു. കാരണം തന്റെ വികാരങ്ങൾ പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയിരുന്നില്ല. രാമന്റെ മുഖത്ത് നോട്ടമുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിറകുകൾ അടുക്കിയടുക്കിയായി വെച്ച് തീ കൊളുത്തി. തീ ആളിക്കടർന്നു. ആടിക്കളിക്കുന്ന ജ്വാലകൾ കണ്ട് സീതയ്ക്ക് അമിതമായ ആഹ്ലാദമുണ്ടായി. അവർക്ക് ഭയത്തിന്റെ കണികപോലും മനസ്സിലുണ്ടായിരുന്നില്ല. അവർ അഗ്നികുണ്ഡത്തിനു നേരെ നടന്നു ചെന്ന് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഹേ ഹവിസ്സുകളുടെ സ്വീകർത്താവേ, വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ചിന്തകൊണ്ടോ എന്റെ സ്വാമിയായ രാമനെയല്ലാതെ മറ്റാരെയും ഞാൻ സ്മരിച്ചിട്ടില്ല. ഹേ ശുദ്ധികർത്താവേ, അങ്ങ് എല്ലാ ജീവികളുടെയും ഹൃദയസ്ഥിതനാണല്ലോ. ഞാൻ പ്രവേശിക്കുമ്പോൾ അങ്ങ് ചന്ദനച്ചാറുപോലെ ശീതളമായിരിക്കൂ. അവർ രാമന്റെ മുമ്പിൽ നമസ്കരിച്ചു. അഗ്നിയിലേക്ക് നടന്നു നീങ്ങി. അഗ്നിദേവൻ ബ്രാഹ്മണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് യഥാർത്ഥ സീതയെ രാമപാദങ്ങളിൽ സമർപ്പിച്ചു. ക്ഷീരസമുദ്രം മഹാലക്ഷ്മിയെ വിഷ്ണുപാദങ്ങളിൽ സമർപ്പിച്ച പോലെ. രാമന്റെ വാമഭാഗത്ത് പൂർണ്ണ